അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സലാം, നമസ്കാരം. മുഖവുരയായി തന്നെ പറയട്ടെ, ആരും ഉന്നതമായ ജീവിത സാഹചര്യ നിലവാരങ്ങൾക്കായി പരിശ്രമിക്കരുത് എന്നല്ല ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും പലതും നേടാൻ ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ വരികയോ കൈവിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിരാശരാകരുത് എന്നുകൂടിയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ തന്നെ ഓരോരുത്തരുടെയും ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയും, ചിലർ അന്ധരായവരാണ്, പലരും മൂകരാണ്, മറ്റു ചിലർ ബധിരരായവരാണ്. സമ്പന്നരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, സൗന്ദര്യം കൂടിയവരുണ്ട്, കുറഞ്ഞവരുമുണ്ട്. ഇന്നും നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്, വാഹന സൗകര്യങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, വലിയ വലിയ മണിമന്ദിരങ്ങളിൽ സുഭിക്ഷമായി കഴിയുന്നവരുമുണ്ട്. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ആരോഗ്യവാന്മാരുണ്ട്, ആരോഗ്യം കുറഞ്ഞവരുണ്ട്, രോഗികളുമുണ്ട്. നാടില്ലാത്തവരും വീടില്ലാത്തവരും കൂട്ടില്ലാത്തവരുമുണ്ട്. മറ്റു ചിലർക്ക് നിറമില്ല, തടിയില്ല, ഉയരമില്ല, മുടിയില്ല, ചൊടിയില്ല, അങ്ങനെ നീണ്ടു പോകും ഈ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും വല്ലാത്ത പട്ടിക. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഭൂമിയിൽ ജീവനോടെ പിറന്നു വീഴുന്ന ഏതൊരു കുറ്റവും കുറവുകളുടെയും എന്ന് നമ്മൾ കരുതുന്നവരിലും വ്യത്യസ്തവും സുന്ദരവുമായ പല പല കഴിവുകളും വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളും മറ്റുള്ളവരിൽ നൽകിയിട്ടില്ലാത്തത് ദൈവം അവർക്ക് നൽകിയതായി നമുക്ക് കാണുവാനും കഴിയും. ഒരു പക്ഷേ തികച്ചും വ്യത്യസ്തങ്ങളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുള്ള അളവറ്റ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങൾ. നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചെറിയൊരു അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലായി നോക്കണം. അപ്പോൾ കാണാം നമ്മുടെ വല്ലാത്ത ആ അവസ്ഥ. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ലളിതമായ കാര്യമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, അഥവാ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, അഥവാ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ നിങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്നവനിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കാൻ ഏറ്റവും അനുയോജ്യമായതും അപ്പോൾ അത് തന്നെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, വ്യർത്ഥമായ ആധുനികതയുടെ പല പല പൊങ്ങച്ച പ്രകടന പളപളപ്പുകളിൽ നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകാതെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിൽ അവനോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ. വീഡിയോ കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, സലാം, താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഫീ അമാനില്ല.